എല്ലാ മനുഷ്യരും ജാതിഭേദമന്യേ ഒരു സ്വപ്നമാണ് പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ്. അതിനുവേണ്ടി എന്തും ചെലവഴിക്കാൻ എല്ലാവരും തയ്യാറാണ്. സർവസ്വം ചെലവഴിച്ചാലും ശരി, ഒരു സെക്കൻഡ് പോലും ജീവൻ തിരിച്ചു പിടിക്കാൻ ലോകത്തൊരു ശാസ്ത്രവും വളർന്നിട്ടില്ല, ഒരു മെഡിസിനും ഇറങ്ങിയിട്ടില്ല. എന്നാൽ ഒരു ചെലവുമില്ലാതെ നമുക്ക് ദീർഘായുസ് നേടിയെടുക്കാം. ലോകത്ത് ഏറ്റവും വലിയ അത്യുന്നത കലാലയങ്ങളിലൊന്നായ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റി അടുത്ത കാലത്ത് നടത്തിയ പഠനം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പഠനങ്ങളെപ്പോലെയല്ല. ദ ലാർജസ്റ്റ് സ്റ്റഡി ഇൻ ദ വേൾഡ് ബൈ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റി ഫൗണ്ട് ദാറ്റ് 87 കൊല്ലം നീണ്ടു നിൽക്കുന്ന പഠനമാണ്. 1200 ആളുകൾ നടത്തിയ പഠനമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 110ഉം 120ഉം പ്രായം ജീവിച്ച ആളുകളെക്കുറിച്ച് ദീർഘായുസിൻ്റെ രഹസ്യമുണ്ട്. ആരോഗ്യ പ്രവർത്തകർ ആരോഗ്യ ക്യാമ്പുകളൊക്കെ പറയാറുള്ളത് ദീർഘായുസിന് ഏറ്റവും മർമ്മപ്രധാനമായി എക്സസൈസും അതുപോലെ തന്നെ ഡയറ്റും ഇതെല്ലാം വേണം. പക്ഷേ ഇതെല്ലാം കൊണ്ട് മാത്രം ദീർഘായുസ് ലഭിക്കുമെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? എത്ര അതിപ്രഗത്ഭരായ ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ, ജീവിതത്തുടനീളം എക്സസൈസും ഡയറ്റും ശ്രദ്ധിക്കുന്നവർ 30ലും 40ലും മരിച്ചു വീഴുന്നത്, കുഴഞ്ഞു മരിച്ചു വീഴുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നില്ലേ? എന്നാൽ ഇതൊന്നും തൊട്ട് തീണ്ടിട്ടില്ലാത്ത എക്സസൈസും ഡയറ്റൊന്നും ഇല്ലാത്ത എത്ര ആളുകൾ 110ഉം 120ഉം വർഷങ്ങൾ ജീവിക്കുന്നു. ഇതാണ് ഈ പഠനത്തിന് ആധാരം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 3,10,000-ലേറെ ആളുകളുടെ വെച്ച് ഓരോരുത്തരും ചെന്ന് അന്വേഷിക്കുകയാണ് ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് എന്താണ് നിങ്ങളുടെ ദീർഘായുസിൻ്റെ കാര്യം കണ്ടെത്തിയത്. എന്തൊരു അത്ഭുത പ്രതിഭാസമാണ്. പീപ്പിൾ വിത്ത് ഗുഡ് റിലേഷൻഷിപ്പ് ലിവിങ് ലോങ്ങർ, ഹെൽത്തിയർ, ഹാപ്പിയർ ദാൻ അതേഴ്സ്. പ്രശ്നബാധിത കുടുംബങ്ങളല്ലാതെ പ്രശ്നരഹിത കുടുംബങ്ങൾ, സൗഹാർദ്ദവും സന്തോഷവും ഒത്തൊരുമയിലും കഴിയുന്ന കുടുംബങ്ങൾ ഇതര കുടുംബങ്ങളെക്കാൾ ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും എല്ലാം നേടിയെടുക്കുന്നു. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് കിതാബുകൾ എഴുതപ്പെട്ട ഹദീസാണ്. മൻ അഹബ്ബ അൻ യുബ്സത ഫി ജിസ്മി വൻസലഹു ഫി അത്രിഹി ഫൽയസിൽ റഹിമ. ആരെങ്കിലും ആയുസ്ദൈർഘ്യം ലക്ഷ്യം വെക്കുന്നുവെങ്കിൽ, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സ്വപ്നം കാണുന്നുവെങ്കിൽ കുടുംബബന്ധം ശക്തിപ്പെടുത്തട്ടെ, കുടുംബം പ്രശ്നരഹിതമാക്കട്ടെ, മധുരപൂർണമാക്കട്ടെ.